ലിസേർട്ട എന്ന ഏലിയനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഒരു റെപ്റ്റേലിയൻ ഫീമെയിലുമായിട്ടാണ് ഈ ഇൻ്റർവ്യൂ നടന്നത്. ഇത് സ്വീഡനിൽ വെച്ചാണ് നടന്നത്. 1999-2000 കാലഘട്ടത്തിൽ നടന്ന ഇൻ്റർവ്യൂ ആണ്. കുറേ ചോദ്യങ്ങളും കുറേ ഉത്തരങ്ങളുമുള്ള ഒരു വലിയ ഇൻ്റർവ്യൂ ആണിത്. അപ്പോൾ ഈ ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് കയറെങ്കിലും കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ചോദിച്ച അവർ ഏത് വസ്ത്രങ്ങളൊക്കെയാണ് ധരിക്കുന്നതെന്ന് പറഞ്ഞുള്ള ചോദ്യം ചോദിച്ചായിരുന്നു നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേരിനോട് അടുത്തവരെന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബമാണോ? അതിനുത്തരമായിട്ട് ലിസേർട്ട പറയുന്നതാണ് ഇല്ല, അതല്ല. നിങ്ങൾ കുടുംബം എന്ന് വിളിക്കുന്നത് സാധാരണയായി പിതാവ്, മാതാവ്, മകൻ, മകൾ പോലെയുള്ള ജനിതകമായി ബന്ധമുള്ളവരെ മാത്രം സൂചിപ്പിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വളരെ ദുഷ്കരവും പ്രത്യേകവുമായ ഒരു പേരുണ്ട്. ആ പേരിൻ്റെ ഉച്ചാരണം ഭാഗികമായും പൂർണ്ണമായും വ്യത്യാസമാണ്. അതുപോലെ മറ്റൊരു ജീവിയും ഇല്ല. എന്നാൽ ആ പേരിന് ഒരു ഭാഗം അങ്ങനെ ഉച്ചാരണം ചെയ്യപ്പെടുന്നു. അത് നിങ്ങൾ ഏത് കുടുംബത്തിലേക്ക് നിങ്ങൾ ചേർന്നിരിക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് പറയുന്നു. ഇതിൻ്റെ അർത്ഥം എല്ലാ അംഗങ്ങൾക്കും ജനിതകമായി ബന്ധമുള്ളവരല്ല. കാരണം ഈ കൂട്ടങ്ങൾ സാധാരണയായി വളരെ വലുതും 40 മുതൽ 70 വരെ അടങ്ങിയതും ആണ്. ഈ കൂട്ടത്തിൽ സാധാരണയായി നിങ്ങളുടെ ജനിതക ബന്ധമുള്ളവരും ഉൾപ്പെടുന്നു. എന്നാൽ അവരിലൊരാൾ ആ കൂട്ടത്തിൽ വിട്ടുപോയിട്ടുണ്ട്. പിതാവ്, മാതാവ് എന്നിവരുമായി ബന്ധം സാധാരണയായി ഏറ്റവും ശക്തമാണ്. നിങ്ങളുടെ വളരെ പഴയ സാമൂഹിക വ്യവസ്ഥ വളരെ സങ്കീർണമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പോലും വിശദീകരിക്കാൻ മണിക്കൂറുകൾ വേണ്ടിവരും. മറ്റൊരു സമയത്ത് കൂടിക്കാഴ്ച നടത്താം. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയാം. അതായത് ഈ ലിസേർട്ട പറയുന്ന ഇവരുടെ ഈ പേരുകൾ എന്ന് പറഞ്ഞാൽ വളരെ യുണീക്കായിട്ടുള്ള പേരുകളാണ്. നമുക്ക് പേരുകളൊക്കെ ഇടുന്നു പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പേരിടുന്നത്. അവരങ്ങനല്ല. ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമാണെന്നും അത് പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പം അടുത്ത് പറയാം എന്നുമാണ് ഈ ലിസേർട്ട പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെക്കാൾ വ്യത്യസ്തമായ രീതിയിൽ ജനിച്ചുവെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ മുട്ടയിടുമോ? അതെ, പക്ഷേ നിങ്ങളുടെ പക്ഷികളോ പ്രാഥമിക റെപ്റ്റൈലുകളോ പോലെയല്ല. യഥാർത്ഥത്തിൽ ഭ്രൂണം മാതാവിൻ്റെ ഗർഭാശയത്തിനുള്ളിൽ പ്രോട്ടീൻ ദ്രാവകത്തിൽ വളരുന്നു. എന്നാൽ അതിനു ചുറ്റും മുട്ടയുടെ ആകൃതിയുള്ള ഒരു സാരമായ ചോക്ക് പോലെയുള്ള ഒരു പാളിയുണ്ട്. അത് മുഴുവൻ ഗർഭാശയം നിറയ്ക്കുന്നു. ഈ ചോക്ക് പാളിയിലുള്ള ഭ്രൂണം മാതാവിൻ്റെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായി സ്വതന്ത്രമാണ്. അതിനുള്ളിൽ വളരാൻ ആവശ്യമായ എല്ലാ പദാർത്ഥങ്ങളും ഉണ്ട്. നിങ്ങളുടെ നാവൽ കേബിൾ പോലെയുള്ള ഒരു കേബിൾ അതിൽ ഉണ്ട്. അത് പിന്നിൽ ഞാനൊരു പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെ, ഈ പ്ലേറ്റിൽ മറഞ്ഞിരിക്കുന്ന ഒരു ബിന്ദുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കുഞ്ഞ് ജനിക്കുമ്പോൾ മുഴുവൻ മുട്ട ഒരു മഞ്ഞളിച്ച പ്രോട്ടീൻ ദ്രാവകത്തിൽ മൂടിയിരിക്കുന്ന യോനി വഴി മുറുകെ പുറത്തേക്ക് കടന്നു പോവുകയുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഈ കുഞ്ഞ് മൃദുവായ മുട്ടയിൽ നിന്ന് പുറത്തു വരുന്നു. നമ്മുടെ മധ്യ വരകളിലൂടെയുള്ള ഈ 2 മുട്ടുകെട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായ ചോക്ക് പാളി തകരാൻ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ആദ്യ ശ്വാസം എടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലെ വലിയവയല്ല. അവർ 30 മുതൽ 35 സെൻറ്റിമീറ്റർ വരെ ഉയരമുള്ളവരാണ്. മുട്ട ഏകദേശം 40 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. പക്ഷേ നാം സാധാരണയായി 1.6 മുതൽ 1.8 മീറ്റർ വരെ വളരുന്നു. അതായത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ ഇവരുടെ ഈ പുറത്തൊരു പ്ലേറ്റ് ഉണ്ടെന്നും ഈ രക്തക്കൊഴലുകളും കാര്യങ്ങളും എല്ലാം അവിടെ വന്ന് കണക്റ്റ് ആകുന്നതെന്നും. അപ്പോൾ ഇവരുടെ ഈ ഗർഭാശയം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ഈ ഇവരുടെ ശരീരവും ഈ മുട്ടയായിട്ട് പ്രത്യേകിച്ച് കണക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ള ആ പ്ലേറ്റുമായിട്ടാണ് കണക്ഷൻ ഉള്ളത്. ഈ കുഞ്ഞ് പുറത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യോനിയിൽ കൂടി തന്നെ നമ്മുടെ സ്ത്രീകൾ എങ്ങനെയാണ് ഇതാകുന്നത് അതുപോലെ തന്നെ ഈ മുട്ട പുറത്ത് വരും. അതിനുശേഷം ഈ മുട്ടത്തോട് പൊട്ടിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങൾ അത്രയൊന്നും വലിപ്പമൊന്നും ഇതിനില്ല. പക്ഷേ എന്നാൽ ഇവർ വളർന്നു കഴിയുമ്പോൾ ഇവർക്ക് 1.6 മുതൽ 2.8 മീറ്റർ വരെ ഉയരം ഇവർക്കുണ്ടാവും. ഈ മുട്ട അത്രയും കാലവും മാതാവിൻ്റെ വയറ്റിനുള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഈ കുഞ്ഞ് പെറാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മാത്രമാണ് ഈ മുട്ട പുറത്തേക്ക് വരുന്നതും അതിനുശേഷം ഈ മുട്ട പൊട്ടിച്ചിട്ട് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ ശരീര താപനില എങ്ങനെയാണ്? നിങ്ങൾ സൂര്യപ്രകാശത്തിൽ കിടക്കാൻ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തിന് എന്ത് പ്രഭാവം ചെലുത്തുന്നു? നാം സസ്തനികളല്ല, റെപ്റ്റൈലുകളായതിനാൽ നമ്മുടെ ശരീര താപനില ചുറ്റുപാടുകളുടെ താപനിലയെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ കയ്യിൽ സ്പർശിച്ചാൽ അത് നിങ്ങളുടെ കൈയേക്കാൾ തണുത്തതായി തോന്നാൻ സാധ്യതയുണ്ട്.
കാരണം നമ്മുടെ സാധാരണ ശരീര താപനില ഏകദേശം 30 മുതൽ 33 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നാം സൂര്യനിലിരിക്കുമ്പോൾ പ്രധാനമായി നഗ്നരായി പിന്നിലുള്ള ആ ചെറിയ പ്ലേറ്റുകൾ നാം സൂര്യനിലിരിക്കുമ്പോൾ നമ്മുടെ ശരീര താപനില മിനിറ്റുകൾക്കുള്ളിൽ 8 അല്ലെങ്കിൽ 9 ഡിഗ്രി വരെ വരാം. ഈ ഉയർച്ച നമ്മുടെ ശരീരത്തിൽ നിരവധി എൻസൈമുകളും ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയം, മസ്തിഷ്കം, എല്ലാ അവയവങ്ങളും കൂടുതൽ സജീവമാകുന്നു. അതിനാൽ നമുക്ക് വളരെ വളരെ സന്തോഷം അനുഭവപ്പെടും. നിങ്ങൾ മനുഷ്യർ സൂര്യനിൽ ഇരിക്കുന്നത് ആസ്വദിക്കാതിരിക്കും, പക്ഷേ നമുക്കത് നിങ്ങളുടെ കണക്കാവുന്ന ഏറ്റവും വലിയ ആനന്ദമാണ്. നാം വളരെ ചൂടുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ മറ്റ് ദ്രാവകങ്ങളിൽ നീന്താനും നമ്മുടെ ശരീരതാപനില ഉയർത്താനുമാണ് ഇഷ്ടപ്പെടുന്നത്. നാം ചില മണിക്കൂറുകളിൽ നിഴലുകളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ താപനില വീണ്ടും 30 മുതൽ 33 ഡിഗ്രി വരെയാകും. അത് ഞങ്ങളെ ഹാനികരമാകുന്നില്ല, പക്ഷേ സൂര്യനിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ല അനുഭവമാണ്. ഞങ്ങൾക്ക് ഭൂഗർഭത്തിൽ കൃത്രിമ സൂര്യകിരണങ്ങൾ മുറികളുണ്ട്, എന്നാൽ അത് നമുക്ക് യഥാർത്ഥ സൂര്യനെ പോലെ അനുഭവപ്പെടുന്നില്ല. സോറി, ഞാൻ ഈ നമുക്കെന്നാ പറയുന്നത് കേട്ടോ, പക്ഷേ നമുക്കെന്നല്ല കേട്ടോ, എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ന് നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ റെപ്റ്റൈൽസ് ആയതുകൊണ്ട് ഇവർക്ക് ഈ ശരീരതാപനില ഇവരുടെ ഈ ചുറ്റിനുമുള്ള താപനിലയെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇവർക്കാണെങ്കിൽ 30 മുതൽ 33 വരെ ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇവർക്കുള്ളത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഈ പ്ലേറ്റ് ഇവർക്കുണ്ടെന്ന്. ഇവർ ഈ നഗ്നരായിട്ട് ഈ പ്ലേറ്റ് ഇവരുടെ പുറത്ത് ആയിട്ടാണുള്ളത്. അപ്പോൾ ഈ സൂര്യനിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇവരുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് തന്നെ 8 മുതൽ 9 ഡിഗ്രി സെൽഷ്യസ് ചൂട് പെട്ടെന്ന് അവരുടെ ശരീര താപനില ഉയരും. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിലുള്ള പല ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹൃദയം, മസ്തിഷ്കം, മറ്റ് അവയവങ്ങളെല്ലാം കൂടുതൽ ഈ സജ്ജമാവുകയും ചെയ്യുന്നു, അതായത് സജീവമാവുകയും ചെയ്യുന്നു. ഇത് ഇവർക്ക് മനുഷ്യന്മാർ സൂര്യനിൽ പോയി കിടക്കുന്ന പോലെ അങ്ങനെ കിടക്കുന്ന പോലെയല്ല. ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ആനന്ദമാണ് ഇവരിങ്ങനെ കിടക്കുമ്പോൾ അവർക്കുണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ ലിസേർട്ട് പറയുന്നത്. അതായത് ഇവർക്ക് ചൂടുള്ള വെള്ളത്തിൽ നീന്താനും വളരെയധികം ഇവർക്ക് ഇഷ്ടമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ശരീര താപനില ഉയരും. അതുകൊണ്ടാണ് സൂര്യപ്രകാശമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഷെയ്ഡുള്ള സ്ഥലത്തൊക്കെ പോയിരുന്നാൽ വീണ്ടും ഇവരുടെ ശരീര താപനില 30 മുതൽ 33 ഡിഗ്രി വരെ ആവും. പക്ഷേ അതുകൊണ്ട് ഇവർക്ക് വലിയ ശരീരത്തിന് ഹാനികരമൊന്നും ആവുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഇവർ ഈ ഭൂമിയുടെ അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് സിറ്റികളിലാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ അവിടെ ഈ സൂര്യപ്രകാശം ചെല്ലത്തില്ല. അതിന് പകരം ഇവർക്ക് ഈ കൃത്രിമമായിട്ട് ഈ സൂര്യപ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള റൂമുകളുണ്ട്. അവിടെ ചെന്നിരുന്നാണ് ഇവരുടെ ഈ ബോഡി ടെമ്പറേച്ചർ ഉയർത്തുന്നതും ഇവർ ഇങ്ങനെ ജീവിച്ചു പോകുന്നതും. അപ്പം നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ സ്പീഷീസിൻ്റെ പരിണാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? നിങ്ങളുടെ സ്പീഷീസ് എത്ര പഴക്കമുള്ളതാണ്? മനുഷ്യൻ എങ്ങനെ കുരങ്ങുകളിൽ നിന്ന് വികസിച്ചു എന്നതുപോലെ നിങ്ങൾ പ്രിമിറ്റീവ് റെപ്റ്റൈൽസിൽ നിന്നാണോ വികസിച്ചിട്ടുള്ളത്? അപ്പോൾ അതിന് ഉത്തരവായിട്ട് ലിസേർട്ട് പറയുന്നത്, ഇത് വളരെ ദൈർഘ്യമേറിയതും സങ്കീർണവുമായ കഥയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകാം, പക്ഷേ സത്യം ഇതാണ്. ഞാൻ ഇത് ചുരുക്കത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കാം. ഏകദേശം 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസർ വംശത്തിലെ നമ്മുടെ പൂർവികരിൽ പലരും ഒരു വലിയ ആഗോള ദുരന്തത്തിൽ മരിച്ചിരുന്നു. ഈ നാശത്തിനുള്ള കാരണം ഒരു പ്രകൃതി ദുരന്തമല്ല. നിങ്ങളുടെ ശാസ്ത്രജ്ഞർ തെറ്റായി വിശദീകരിക്കുന്നത് പോലെ ഒരു ആസ്ട്രോയിഡ് അല്ല ഇതിന് കാരണം. നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിലും ഉയർന്ന അന്തരീക്ഷത്തിലും പ്രധാനമായി നടന്ന 2 ശത്രു വിദേശഗ്രഹ വംശങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. പ്രാരംഭകാലത്തെക്കുറിച്ചുള്ള നമ്മളുടെ പരിമിതമായ അറിവുകൾ പ്രകാരം ഈ ഗോളം യുദ്ധഭൂമിയിലെ ആദ്യ വിദേശഗ്രഹമായിരുന്നു. പക്ഷേ ഇത് തീർച്ചയായും അവസാനമല്ല. ഈ 65 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള യുദ്ധത്തിലെ എതിരാളികൾ 2 പുരോഗമിച്ച അന്യഗ്രഹത്തിലെ ജീവികളായിരുന്നു. അവരുടെ പേരുകളും നിങ്ങളുടെ ഭാഷയ്ക്ക് ഉച്ചരിക്കാൻ കഴിയാത്തവയാണ്. ഞങ്ങൾക്ക് അവ പറയാൻ കഴിയും, പക്ഷേ അവയുടെ യഥാർത്ഥ രൂപത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ കാതുകൾക്ക് വേദന നൽകും. ഒരു വംശം നിങ്ങളുടെ ജാതിയെപ്പോലെ മനുഷ്യ ആകൃതിയുള്ളവരാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഉള്ളവരാണ് അവരും. നിങ്ങൾ പ്രൊസിയോൺ എന്ന് വിളിക്കുന്ന നക്ഷത്രത്തിലെ ഒരു സോളാർ സിസ്റ്റത്തിൽ നിന്നുള്ളവരാണ് അവർ. ഇത് തീർന്നിട്ടില്ല, ഇതിൻ്റെ ഉത്തരം കുറേയുണ്ട്. അപ്പം ഞാനിതൊന്ന് വിശദീകരിക്കാം. അപ്പോൾ ഈ ലിസേർട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ പരിണാമത്തെപ്പറ്റി ചോദിക്കുമ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ശരിക്കും ഈ പരിണാമം എന്ന് പറഞ്ഞുണ്ടായത് 65 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡൈനോസറുകൾ നശിക്കാനിടയുണ്ടായി. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മനുഷ്യർ കണ്ടെത്തിയിട്ടുണ്ട് ഒരു ആസ്ട്രോയിഡ് വന്നിട്ട് ഇങ്ങനെ അതിനുള്ള തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹിറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഡൈനോസറുകളെല്ലാം മരിച്ചു പോയെന്നാണ് പറയുന്നത്. പക്ഷേ ലിസേർട്ട് അതല്ല പറയുന്നത്. ലിസേർട്ട് പറയുന്നത് വെച്ചാൽ അങ്ങനല്ല. ഭൂമിയിലേക്ക് 2 അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികൾ തമ്മിലുണ്ടായിരുന്ന യുദ്ധമായിരുന്നു ഇതിന് കാരണം. അതിലൊരു ജീവികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഉള്ളവരാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ കൂടുതൽ അറിവൊന്നുമില്ല.
മറ്റൊരു സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു റെപ്റ്റേലിയൻ സ്പീഷീസ് ആയിരുന്നു. പക്ഷേ അവർക്കും നമ്മളുടെ സ്പീഷീസിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഞങ്ങൾ പ്രാദേശിക സോറിയന്മാരിൽ നിന്നാണ് വികസിച്ചത്. ആ പുരോഗമിച്ച റെപ്റ്റേലിയൻ സ്പീഷീസ് ഈ പ്രപഞ്ചത്തിൽ നിന്നല്ല. എങ്കിലും എങ്ങനെ വിശദീകരിക്കണം എന്നെനിക്കറിയില്ല. നിങ്ങളുടെ ശാസ്ത്രജ്ഞർ പ്രപഞ്ചം യഥാർത്ഥത്തിൽ സ്വഭാവം ശരിയായ രീതിയിലല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നിങ്ങളുടെ അയോഗ്യമായ മനസ്സിലെ ഏറ്റവും ലളിതമായ കാരണങ്ങൾ കാണാൻ കഴിയുന്നില്ല. തെറ്റായ ശാസ്ത്രത്തിലും സംഖ്യകളിലും ആശ്രയിച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടെ സ്പീഷീസിൻ്റെ ജനിതക പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതിൽ ഏകദേശം 500 വർഷം മുമ്പുള്ള നിലയിൽ തന്നെയാണ്. അതായത് ഈ ലെസർട്ട പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 2 സ്പീഷീസുകൾ തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു ഭൂമിയിൽ, ഈ നമ്മുടെ സ്പേസിൽ വെച്ച്. അതായത് ഭൂമിയുടെ തന്നെ അപ്പർ സ്പേസിൽ വെച്ചിട്ട് 2 സ്പീഷീസ് തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. അതിലൊന്ന് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ളവർ തന്നെയാണ്. അവർ നമ്മൾ മനുഷ്യനെ പോലെ ഇരിക്കുന്നവരാണ്. മറ്റൊരു സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അത് ഇവർ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്ന് വന്നവരല്ല. അവർ ഒരു റെപ്റ്റേലിയൻ സ്പീഷീസ് ആണ്. അപ്പം ലെസർട്ട പറയുന്ന അവരും നമുക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെസർട്ട പറയുന്നത് നിങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായ രീതിയിലാണെന്നും ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിലല്ല ശരിക്കും പ്രപഞ്ചം ഉള്ളതും എന്നാണ് ലെസർട്ട പറയുന്നത്. ബാക്കിയുള്ള ഉത്തരത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു പദം ഉപയോഗിക്കാനായി മറ്റൊരു സ്പീഷീസ് ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. മറിച്ച് ഒരു ഒംനിവേഴ്സിൽ നിന്നുള്ള മറ്റൊരു ബബിളിൽ നിന്നാണ്. നിങ്ങൾ അതൊരു മറ്റൊരു ഡയമെൻഷൻ എന്ന് വിളിക്കും. പക്ഷേ അത് ശരിയായി വിവരിക്കാൻ ശരിയായ പദമല്ല. നിങ്ങൾ ഓർക്കേണ്ടത് പുരോഗമിച്ച സ്പീഷീസുകൾ ബബിളുകൾക്കിടയിൽ നടക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങൾ പറയുന്നത് പോലെ ക്വാണ്ടം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിലപ്പോൾ പ്രത്യേക രീതികളിൽ മാത്രം അവരുടെ മനസ്സുപയോഗിച്ചും. അതായത് ഈ ലെസർട്ട പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 4th ഡയമെൻഷൻ 3rd ഡയമെൻഷൻ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ, അതങ്ങനെയല്ല. അത് തെറ്റായ ഒരു രീതിയാണ്. അങ്ങനെയല്ല ഇതിനെ നിർവചിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് നമ്മളിതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റായിട്ടാണെന്നാണ് ലെസർട്ട പറയുന്നത്. അപ്പോൾ ഈ മറ്റൊരു സ്പീഷീസ് വേറൊരു യൂണിവേഴ്സിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞില്ലേ, അതങ്ങനെയല്ല. അതൊരു വേറൊരു ബബിളാണ്. ഒംനിവേഴ്സ് എന്നാണ് ഇതിനെ അവർ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ലെസർട്ട പറഞ്ഞു തന്നതാണ്. ആ ഒംനിവേഴ്സിലെ ഒരു ബബിളിൽ നിന്നാണ് വന്നത്. ഇവർക്ക് ഈ ഒരു ബബിളിൽ നിന്ന് മറ്റൊരു ബബിളിലേക്ക് ഈസി ആയിട്ട് സഞ്ചരിക്കാൻ കഴിയും. അത് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒക്കെ ഇത് ഉപയോഗിച്ചാണ്. ഇനി ഉത്തരം തുടരാം. ഭൂമിയിലെ ആദ്യ സ്പീഷീസ് റെപ്റ്റേലിയൻ സ്പീഷീസുകളിൽ നിന്ന് ഏകദേശം 180 വർഷം മുമ്പ് ഈ ഭൂമിയിൽ എത്തിയിരുന്നു. അവർ മുൻ ഭൂഖണ്ഡങ്ങളിൽ ചില കോളനികൾ സ്ഥാപിച്ചു. ഇന്ന് നിങ്ങൾ അന്റാർട്ടിക്ക എന്ന് വിളിക്കുന്ന ഭൂഖണ്ഡത്തിലെ വലിയൊരു കോളനി ഉണ്ടായിരുന്നു. മറ്റൊരു കോളനി ഇന്ന് ഏഷ്യ എന്ന് വിളിക്കുന്ന ഭൂഖണ്ഡത്തിലായിരുന്നു. ഈ ജനങ്ങൾ ഈ ഗ്രഹത്തിൽ സോറിയൻ മൃഗങ്ങൾക്കൊപ്പം പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചിരുന്നു. പുരോഗമിച്ച റെപ്റ്റേലിയൻ ജാതികൾ, അതായത് റെപ്റ്റേലിയൻ സ്പീഷീസ് ഈ സിസ്റ്റത്തിലേക്ക് എത്തിയപ്പോൾ പ്രൊസിയോണിൽ നിന്നുള്ള ഈ ഏലിയൻസ് സമാധാനപരമായ ആശയവിനിമയം നടത്താൻ ശ്രമിച്ചു. പക്ഷേ അവർ വിജയിച്ചില്ല. മാസത്തിനുള്ളിൽ യുദ്ധം ആരംഭിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇരു സ്പീഷീസിലും ഈ യുവഗ്രഹത്തിൽ അതിൻ്റെ ജൈവികതയോ വികസിച്ചിട്ടില്ലാത്ത ജാതികളോ കാരണം താല്പര്യമുണ്ടായിരുന്നില്ല. മറിച്ച് ഒരു കാരണം മാത്രം. അവരിവിടെ നിന്ന് വന്നതിൻ്റെ കാരണം റോ മെറ്റീരിയൽസിന് വേണ്ടിയാണ്, പ്രത്യേകിച്ചും കോപ്പർ. ഈ കാര്യം മനസ്സിലാക്കാൻ കോപ്പറും ചില പുരോഗമിച്ച സ്പീഷീസ് വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ്. നിങ്ങൾ അതറിയണം. കാരണം ഇത് അസ്ഥിരമായ വസ്തുക്കളുമായി ചേർന്ന് ഉയർന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ശരിയായ കോണിൽ ഉയർന്ന ആണവ വികിരണം ഫീൽഡിനൊപ്പം പ്രേരിപ്പിച്ചാൽ ഫ്ലാക്ച്വേറ്റിംഗ് ഫീൽഡുകളുടെ ഓവർ ക്രോസിംഗ് ഉൽപ്പാദിപ്പിച്ച് പുതിയ സ്ഥിരമായ ഘടകങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതായത് ഇവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ 2 സ്പീഷീസ് വന്നെന്നും യുദ്ധം നടന്നെന്നും. അതിലൊരു സ്പീഷീസ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വന്നുള്ളതാണെന്നും മറ്റൊന്ന് പുറത്തുനിന്ന് വന്നതാണെന്നും പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വന്നുള്ളവർ അവരിവിടെ വന്ന് സെറ്റിലായിരുന്നു. അവരും ഇവിടെ വന്നത്, ഈ 2 സ്പീഷീസും വന്നത് നമ്മുടെ ഈ ഭൂമിയിലുള്ള റോ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് പ്രത്യേകിച്ചും കോപ്പർ. അപ്പം അല്ലാതെ ഇവിടെയുള്ള ജീവികളെ പഠിക്കാനോ അതിനൊന്നും വേണ്ടിയിട്ടൊന്നും അല്ല അവരിവിടെ വന്നത്. അപ്പോൾ ആദ്യം ഇവിടെ വന്ന് സെറ്റിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഈ യൂണിവേഴ്സിൽ നിന്നുള്ള, നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഈ മനുഷ്യരെ പോലെ സാദൃശ്യമുള്ളവരാണ്. അവർ വളരെ പ്രശ്നമൊന്നുമില്ലാതായിരുന്നു നമ്മുടെ ഈ ഭൂമിയിലുണ്ടായിരുന്നത്. ഇവർക്ക് ഈ കോളനികളുണ്ടായിരുന്നു. അത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്റാർട്ടിക്കയിലും മറ്റൊന്ന് നമ്മുടെ ഏഷ്യയിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ പുറത്തു നിന്നുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഈ പുറത്തെ ബബിളിൽ നിന്നുള്ള ഈ റെപ്റ്റേലിയൻ സ്പീഷീസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ
ആദ്യമൊക്കെ നമ്മുടെ ഈ മനുഷ്യരെ പോലിരിക്കുന്ന ആ ഏലിയൻസ് അവരിവരുമായിട്ട് ഒരു സമാധാനമായ ഒരു ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും പിന്നീട് അവർ യുദ്ധത്തിലേക്ക് കടക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനിയും ഉത്തരത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാം. അത്തരം ഒരു കാന്തിക ഫീൽഡ് ചേംബറിൽ കോപ്പർ മറ്റ് മൂലകങ്ങളുമായി സംയോജിപ്പിക്കുന്നത് വിവിധ ടെക്നോളജിക്കൽ ജോലികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു ബലമണ്ഡലം സൃഷ്ടിക്കാൻ കഴിയും. 2 ജീവിവർഗങ്ങളും ഭൂമിയുടെ ചെമ്പ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. ഇക്കാരണത്താൽ അവർ ബഹിരാകാശത്തും ഭ്രമണപഥത്തിലും വളരെ നീണ്ട യുദ്ധം നടത്തി. ആദ്യമായി ഹ്യൂമനോയിഡ് സ്പീഷീസ് വിജയിച്ചതായി തോന്നി. പക്ഷേ അവസാന യുദ്ധത്തിൽ റെപ്റ്റേലിയൻസ് ഒരു ശക്തമായ പരീക്ഷണ ആയുധം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഈ ഗ്രഹത്തിലെ ജീവജാലങ്ങളെ നശിപ്പിക്കേണ്ടതും എന്നാൽ വിലയേറിയ അസംസ്കൃത വസ്തുക്കൾക്കും ചെമ്പിനും ദോഷം വരാത്തതുമായ ഒരു പ്രത്യേകതരം ഫ്യൂഷൻ ബോംബ് ബഹിരാകാശത്തു നിന്നും വിക്ഷേപിക്കുകയും ഇന്ന് നിങ്ങൾ മധ്യ അമേരിക്ക എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ ഒരു ബിന്ദുവിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. സമുദ്രത്തിൽ പൊട്ടിത്തെറിച്ചപ്പോൾ അത് ഹൈഡ്രജനുമായി ചേർന്ന് ഒരു സംയോജനം സൃഷ്ടിച്ചു. അതിൻ്റെ ഫലമായി ഉരകങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ ശക്തമായിരുന്നു. മാരകമായ വികിരണം, ഫ്യൂഷൻ ഓക്സിജന്റെ അമിതമായ ഉൽപ്പാദനം, വ്യത്യസ്ത മൂലകങ്ങൾ ഉണ്ടാകുകയും ഇത് കാരണം ഏകദേശം 200 വർഷത്തേക്ക് ഒരു ന്യൂക്ലിയർ ശൈത്യകാലം എന്നിവയായിരുന്നു ഈ ബോംബ് ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉണ്ടായത്. അതായത് ഈ ലിസർട്ട് പറയുന്നത് ഈ കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഡിയേഷൻ ചേമ്പറിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതുണ്ടാക്കുമ്പോൾ ഇതിന് ഒരുപാട് ടെക്നോളജികളിൽ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ 2 സ്പീഷീസിനും ഈ കോപ്പർ വളരെയധികം ആവശ്യമായിരുന്നു. അപ്പോൾ ഇവർ യുദ്ധത്തിൽ ഏർപ്പെട്ടു. അത് സ്പേസിൽ വെച്ച് യുദ്ധം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഭ്രമണപഥത്തിൽ വെച്ച് യുദ്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഈ ഏലിയൻസ് ഇവരായിരുന്നു വിജയിച്ചിരുന്നത്. എന്നാൽ ഈ റെപ്റ്റേലിയൻസ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്യൂഷൻ ബോംബ് ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ളൊരു ബോംബായിരുന്നു. ഇതവർ ഭൂമിയിലേക്ക് വിക്ഷേപിച്ചു. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മളുള്ള എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കുകയും എന്നാൽ ഇവിടെയുള്ള ഈ മെറ്റീരിയൽസിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകാതിരിക്കാൻ അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഇവർ ഉപയോഗിച്ചത്. പക്ഷേ ഇവരുടെ കണക്കൂട്ടലൊക്കെ തെറ്റിച്ചുകൊണ്ട് ഈ ഫ്യൂഷൻ ബോംബ് നമ്മുടെ ഇന്നത്തെ ഈ അമേരിക്കയുടെയൊക്കെ പ്രദേശങ്ങളിൽ വന്ന് വീഴുകയും ഇത് കാരണം ഫ്യൂഷൻ ഓക്സിജൻ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അതുമാത്രമല്ല പല ഈ പ്രശ്നങ്ങളും ഉണ്ടായി. ഇത് കാരണം ഒരു 200 വർഷത്തേക്കിനും ഭൂമിയിൽ വിൻ്റർ വന്നു. അതായത് ന്യൂക്ലിയർ വിൻ്റർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സംഭവം ഒരു 200 വർഷത്തേക്കിന് വന്നു. അതാണ് ഈ ലിസർട്ട് പറഞ്ഞത്. അപ്പോൾ ഇനി ഉത്തരത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാം. ഒരുപക്ഷെ വികിരണം മൂലമോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മിക്ക ഹ്യൂമനോയിഡുകളും കൊല്ലപ്പെട്ടു. റെപ്റ്റേലിയൻസിന് ഈ ഗ്രഹത്തിലുള്ള താല്പര്യവും നഷ്ടപ്പെട്ടു. ഭൂമി വീണ്ടും സ്വന്തമായി. ഉപരിതലത്തിലെ മൃഗങ്ങൾ മരിച്ചു. വഴിയിൽ ഫ്യൂഷൻ ബോംബിൻ്റെ ഒരു ഫലം കത്തുന്ന പ്രക്രിയയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യത്യസ്ത മൂലകങ്ങളുടെ വസ്തുക്കളുടെയും വീഴ്ചയായിരുന്നു. ഈ വസ്തുക്കളിൽ നിന്ന് ഇറിഡിയം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ മനുഷ്യശാസ്ത്രജ്ഞർ ഭൂമിയിലെ ഇറിഡിയത്തിൻ്റെ സാന്ദ്രത ദിനോസറുകളെ കൊന്നൊടുക്കിയ ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ കൂട്ടിയിടിയുടെ തെളിവായി കാണുന്നു. ഇത് ശരിയല്ല, പക്ഷേ നിങ്ങൾ അത് എങ്ങനെ അറിയും? ഇപ്പോൾ ലിസർട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോംബ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ ഉണ്ടായിരുന്ന ഹ്യൂമനോയിഡുകളും ഈ സംഭവങ്ങളും ഈ ജീവജാലങ്ങളെല്ലാം ഏകദേശം കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് മരിച്ചുപോയി. അപ്പോഴത്തെ ഇതെല്ലാം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർക്ക് എന്തോ ഒരു കാരണം കൊണ്ട് ഇവർക്ക് ഈ ഗ്രഹത്തിലുള്ള ഈ താല്പര്യവും അങ്ങ് വിട്ടു. അപ്പം നമുക്ക് ഇന്ന് ഈ ഇറിഡിയത്തിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ ഒരുപാടുണ്ട്. അപ്പം നമ്മുടെ ശാസ്ത്രജ്ഞൻ ഇപ്പം പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ നമ്മുടെ ശാസ്ത്രജ്ഞൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇറിഡിയം ഉണ്ടായത് അന്ന് ഈ ഭൂമിയിൽ പതിച്ച ഈ ഉൾക്കയുടെ പതനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നാണ്. പക്ഷേ ഈ ലിസർട്ട് പറയുന്നത് അതങ്ങനെയല്ല എന്നാണ്. ഇവർ ഈ ബോംബ് ഇട്ടതിൻ്റെ ഫലമായിട്ട് ആണ് ഇതൊക്കെ ഉണ്ടായത്. പല മൂലകങ്ങൾ ഉണ്ടാകുന്ന കൂട്ടത്തിൽ ഈ ഇറിഡിയവും ഉണ്ടായി. പക്ഷേ അത് നമുക്കങ്ങനെ അറിയാം, കാരണം നമ്മളന്നില്ലല്ലോ. അതാണ് ഈ ലിസർട്ട് പറയുന്നത്. അപ്പോൾ ഇനി ഉത്തരത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. മിക്ക ദിനോസറുകളും മരിച്ചു. അടുത്ത 20 വർഷത്തിനുള്ളിൽ മിക്കവാറും എല്ലാ ദിനോസറുകളും ഉരകങ്ങളും മരിച്ചു. അവയിൽ ചിലത്, പ്രത്യേകിച്ചും സമുദ്രത്തിലുള്ളവ, അടുത്ത 200 മുതൽ 300 വർഷം വരെ ഈ മാറിയ ലോകത്തിൽ പോലും അതിജീവിക്കാൻ കഴിഞ്ഞു. പക്ഷേ കാലാവസ്ഥ മാറിയതിനാൽ ഈ ജീവികൾക്കും മരിച്ചു. 200 വർഷങ്ങൾക്ക് ശേഷം ആണവ ശൈത്യകാലം അവസാനിച്ചു. പക്ഷേ ഭൂമിയിൽ മുമ്പത്തേക്കാൾ തണുപ്പായിരുന്നു. അത് മഹാദുരന്തമുണ്ടായിട്ടും ചില ജീവിവർഗങ്ങൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. മത്സ്യങ്ങൾ, പക്ഷികൾ,
ചെറിയ ഇഴജന്തുക്കൾ, മുതലകൾ പോലെയുള്ള വിവിധ ഉരഗങ്ങൾ, കൂടാതെ ടൈറാനോസോറസ് എന്ന് നിങ്ങൾ വിളിക്കുന്ന ഇനം പോലുള്ള അവസാനത്തെ വലിയ ജന്തു ഉരഗങ്ങൾക്കൊപ്പം വികസിച്ച ഈ പ്രത്യേകതരം ചെറുതും എന്നാൽ വികസിതമായ ദിനോസറുകൾ ഉണ്ടായിരുന്നു. അതായത് ലിസർട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിനോസറുകളും ഉരഗങ്ങളും എല്ലാം ഇതിൻ്റെ ഫലമായിട്ട് മരിച്ചു. പിന്നെ ഒരു 10, 200, 300 വർഷങ്ങൾക്ക് ഈ പല ജീവികൾക്കും ഈ ഭൂമിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ കാലാവസ്ഥ മാറിയതുകൊണ്ട് തന്നെ പല ജീവികളും മരിച്ചതും, എന്നാൽ ഈ ന്യൂക്ലിയർ വിൻ്റർ അവസാനിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചില ജീവികളൊക്കെ രക്ഷപ്പെട്ടു. അതായത് ഈ മത്സ്യങ്ങളും പക്ഷികളും ചെറിയ ഈ ഉരഗങ്ങളും മുതലകളും ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളും, പിന്നെ ടൈറാനോസോറസ് എന്ന് പറയുന്ന ഒരു തരം ഒരു ഡൈനോസറും ഇതിൽ നിന്നും രക്ഷപ്പെട്ടു. വികാസം പ്രാപിച്ച റെപ്റ്റൈൽസ് സ്പീഷീസും ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടായി. അവയെ ടൈനോസോറസ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയുണ്ടായ ഈ പുതിയ റെപ്റ്റൈൽ 2 കാലിൽ നടക്കുകയും നിങ്ങളുടെ ഗവേഷകർ റീകൺസ്ട്രക്ഷൻ നടത്തിയ ഇഗ്നഡോൺ പോലെ കാണപ്പെടുകയും ചെയ്തു. ചില മനുഷ്യാകൃതിയിലുള്ള സവിശേഷതകളോടെ മാറ്റപ്പെട്ട അസ്ഥിഘടന, വലിയ തലച്ചോറും പിടിക്കാൻ കഴിവുള്ള വിരലോൽ തുമ്പും, വ്യത്യസ്തമായ ശരീരം, സങ്കീർണ പ്രക്രിയ, നിങ്ങളുടെ കണ്ണുകളെപ്പോലെ തലയുടെ മധ്യഭാഗത്ത് പുരോഗമിച്ച കണ്ണുകൾ, ഏറ്റവും പ്രധാനമായും പുതിയതുമായി മെച്ചപ്പെട്ടതുമായ തലച്ചോറിൻ്റെ ഘടനയോട് കൂടിയതും. ഇത് നമ്മളുടെ നേരിട്ടുള്ള പൂർവികരായിരുന്നു. ബോംബിൻ്റെ വികിരണം ഈ പുതിയ സ്പീഷീസിൻ്റെ ജീവശരീരത്തിൻ്റെ മ്യൂട്ടേഷനുകളിൽ പങ്കുവഹിച്ചു എന്നാണ് സിദ്ധാന്തങ്ങളുണ്ട്. പക്ഷേ ഇത് തെളിഞ്ഞിട്ടില്ല. അതായത് ഈ ലിസർട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോംബിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം ജീവികളൊക്കെ നശിച്ചു പോയെങ്കിൽ കുറേയൊക്കെ ജീവികൾ രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള രക്ഷപ്പെട്ടതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇവർ ഈ നമ്മുടെ മനുഷ്യനെ പോലെ തന്നെ രൂപം പ്രാപിച്ച് ഈ പരിണാമം പ്രാപിച്ച് വന്നു. അപ്പം ഇപ്പോൾ അവർ ചില അവരുടെ ശാസ്ത്ര ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ ബോംബിട്ടതിൻ്റെ ഫലമായിട്ടാണ് മ്യൂട്ടേഷൻ സംഭവിച്ചതെന്നാണ്. പക്ഷേ അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല എന്നാണ് ഈ ലിസർട്ട് പറയുന്നത്. ഈ ചെറിയ മനുഷ്യാകൃതിയിലുള്ള ഡൈനോസർ അടുത്ത 30 ദശലക്ഷം വർഷങ്ങളിൽ ഒരു മൃഗത്തിൽ നിന്നും കുറച്ചുകൂടി ചിന്തിക്കാൻ കഴിയുന്ന ജീവിയായി വികസിച്ചു. ഈ ജീവികൾ അടുത്ത ദശലക്ഷം വർഷങ്ങളിൽ മരിക്കാതിരിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. കാരണം അവർ അവരുടെ പെരുമാറ്റം മാറ്റാൻ പഠിച്ചു. തണുത്ത പ്രകൃതിയിൽ നിന്നും പാറകളിൽ നിന്നും ഗുഹകളിലും ജീവിച്ചു. കല്ലുകളും കൊമ്പുകളും ആദ്യ ഉപകരണങ്ങളായി ഉപയോഗിക്കാൻ പഠിച്ചു. തീ ഉപയോഗിച്ച് തങ്ങളെ ചൂടാക്കാൻ സഹായിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ സ്പീഷീസിന് അത്യന്തം പ്രധാനമായ രക്തതാപനില ഉയർത്താൻ അടുത്ത 20 ദശലക്ഷം വർഷങ്ങളിൽ ഈ സ്പീഷീസ് പ്രകൃതിവശാൽ 27 ഉപജാതികളായി വിഭജിച്ചു. ഈ ഉപജാതികളിൽ പലതും പ്രധാനമായും അധികാരത്തിനായി യുദ്ധം നടത്തി. പ്രകൃതി നമ്മളോട് വളരെ സൗഹൃദപരമായിരുന്നില്ല. കാരണം 27 ഉപജാതികളിൽ നിന്നും 24 പ്രാഥമിക യുദ്ധങ്ങളിലും വികാസത്തിലും നശിച്ചു. കാരണം അവരുടെ ജീവശരീരം, മനസ്സ് വളരെ മതിയാകാത്തതും കാലാവസ്ഥ മാറുമ്പോൾ രക്തതാപനില ശരിയായി നിയന്ത്രിക്കാൻ കഴിയാത്തതും ആയിരുന്നു. യുദ്ധത്തിന് ഡൈനോസറുകളുടെ അവസാനത്തിനും 50 ദശലക്ഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഗ്രഹത്തിൽ നിന്ന് 3 റെപ്റ്റേലിയൻ സ്പീഷീസ് മാത്രമേ ബാക്കിയുള്ളൂ. കൂടാതെ മറ്റു താഴ്ന്ന മൃഗങ്ങളുമായി പ്രകൃതിവശാൽ കൂടിയ കൃത്രിമമായ ക്രോസ് ബ്രീഡിങ്ങും വഴി ഈ 3 ജാതികളും ഒന്നായി ചേർന്നു. അതായത് ഈ പുതിയ റെപ്റ്റേലിയൻ സ്പീഷീസ് ഇങ്ങനെ ഉണ്ടായി. പുതിയ റെപ്റ്റേലിയൻ സ്പീഷീസ് ഏകദേശം നമ്മൾ ഈ മ്യൂസിയത്തിൽ ഇഗ്നോഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഡൈനോസറുകൾ എങ്ങനെയെങ്കിലും നമുക്ക് സംഭവിച്ച പോലെ പരിണാമം സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു സംഭവം. അത് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ ലിസർട്ട് പറയുന്നത് ഏകദേശം അതേപോലെയൊക്കെ തന്നെ ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ പ്രിമിറ്റീവ് ജീവികൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ, അവർക്ക് ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ ഇവർക്ക് തലച്ചോറുകളും മുന്നിലേക്ക് 2 കണ്ണുകളും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവർക്ക് ഉണ്ടായി. അപ്പം ഇതിൽ നിന്ന് ഏകദേശം 27ഓളം സ്പീഷീസുകളാണ് ഇങ്ങനെ ഉണ്ടായത്. പക്ഷേ ഇവർ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇവരും ഈ പരിണാമത്തെ കാലഘട്ടത്തിൽ ഇവരിങ്ങനെ തീ ഉണ്ടാക്കാനും പിന്നെ നമ്മൾ എങ്ങനെയാണോ ഈ പരിണാമത്തിൻ്റെ ഫലമായിട്ട് വന്നത് വേട്ടയാടിയും ഇങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. അവർ പിന്നീട് തീ കണ്ടുപിടിച്ചു അങ്ങനെ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം 27ഓളം സ്പീഷീസുകൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെയും കാലാവസ്ഥ പിന്നെയും ഇവരെ ചതിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 27
ഈ ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ കാലാവസ്ഥ യുദ്ധമൊക്കെ കാരണം ചില ജീവിവർഗ്ഗങ്ങൾക്ക് ഇവിടെ തുടരാൻ കഴിഞ്ഞില്ല. കാരണം ഇവരുടെ ഈ ബോഡി ടെമ്പറേച്ചർ പറഞ്ഞില്ല, ഇവർ റെപ്റ്റൈലിയൻസ് ആണല്ലോ. അപ്പോൾ ഇവർക്ക് ശരീരത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പോലെ താപനില ഇവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പല സ്പീഷീസുകളും മരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് കുറേയധികം ജീവികൾ ഇതിനെയെല്ലാം അതിജീവിച്ച് ഇവർ ഉണ്ടായി വന്നു. ഈ സംഭവം ഏകദേശം 20 ദശലക്ഷം വർഷങ്ങൾക്ക് ഉള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഈ ദിനോസറുകളുടെ മരണത്തിന് ശേഷം ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഗ്രഹത്തിൽ 3 റെപ്റ്റൈലിയൻ സ്പീഷീസ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഈ യുദ്ധത്തിലും കാലാവസ്ഥ കാരണമുണ്ടായ വ്യതിയാനങ്ങൾ കാരണം ഇവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയാത്തത് മൂലം മരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ഈ 3 സ്പീഷീസുകളും കൂടെ ഇവർ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട്, ഈ ടെക്നോളജിയുടെ ഫലമായിട്ട്, അതായത് നമ്മുടെ ഈ കൃത്രിമമായിട്ട് ക്രോസ് ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്നുള്ള ഇവർ ഒരു സ്പീഷീസായി മാറി. ആ സ്പീഷീസാണ് ലിസർട്ട എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് എന്നെ കാണുന്നത് പോലെ ജനിതക എഞ്ചിനീയറിൻ്റെ സഹായത്തോടെയാണ് ഇങ്ങനെ ഉണ്ടായത്. ഇത് ഏകദേശം 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ആ സമയത്ത് നമ്മളുടെ പരിണാമം ഏകദേശം നിർത്തപ്പെട്ടിരുന്നു. അതായത് ഈ ലിസർട്ട പറയുന്നത് ഇന്ന് അവർ കാണുന്ന രീതിയിലുണ്ടായത് ഈ ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ്. ഏകദേശം 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഈ പരിണാമം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി. അപ്പോൾ അതിന് ശേഷമാണ് ഇവർ ജനിതക എഞ്ചിനീയറിങ് വഴി അവരുടെ പിന്നീട് ഇവർ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി ഇന്നത്തെ രീതിയിലേക്ക് അവരായത്. അപ്പോൾ ഇനി ഉത്തരത്തിലേക്ക് വീണ്ടും കടന്നു വരാം. നിങ്ങൾ കാണുന്നത് പോലെ നാം നിങ്ങളുടെ സ്പീഷീസിനേക്കാൾ വളരെ പഴക്കമുള്ള ഒരു സ്പീഷീസാണ്. നിങ്ങൾ ഈ സമയത്ത് മരങ്ങളിൽ ചെറിയ കുരങ്ങുകളെപ്പോലെ ചാടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചു. ഈ സിസ്റ്റത്തിലേക്ക് മറ്റ് ഗ്രഹങ്ങളിൽ കോളനികളാക്കി. ഈ ഗ്രഹങ്ങളിൽ വലിയ നഗരങ്ങൾ നിർമ്മിച്ചു. നമ്മുടെ സ്വന്തം ജീനുകൾ എഞ്ചിനീയറിങ് ചെയ്തു. എന്നാൽ നിങ്ങളുടെ ജീനുകൾ എപ്പോഴും മൃഗങ്ങളുടേതായിരുന്നു. അതായത് ഈ ലിസർട്ട പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സാങ്കേതിക വിദ്യയൊക്കെ കണ്ടുപിടിച്ച് മറ്റുള്ള ഗ്രഹത്തിലും, അതായത് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ കോളനികൾ നിർമ്മിക്കുമ്പം നമ്മൾ കുരങ്ങന്മാരെ പോലെ ഈ മരങ്ങളിലൊക്കെ ചാടി കളിച്ച് കണക്കുവരുന്നെന്നാണ് പറഞ്ഞത്. ഇച്ചിരി കടന്നു കൈയായിപ്പോയില്ലേ. 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ സിമിയന്മാർ വളരാൻ തുടങ്ങി. മരങ്ങളിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി, പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ. പക്ഷേ അവർ വളരെ മന്ദഗതിയിലാണ് വികസിച്ചത്. സസ്തനികൾക്ക് സാധാരണ രീതിയിൽ നിങ്ങളുടെ സ്പീഷീസിന് അപൂർവമായ ഒന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നാം ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ എൻ്റെ ആധുനിക സുഖമായ വീട്ടിൽ ഇരിക്കുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഗുഹയിൽ മൂടി ധരിച്ച് തീയുടെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഒരു സൂവിൽ ഇരിക്കുന്നവരായിരിക്കും. എന്നാൽ ഈ കാര്യങ്ങൾ വ്യത്യസ്തമായി വികസിച്ചു. നിങ്ങൾ ഇപ്പോൾ സൃഷ്ടിയുടെ മല ആണ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആധുനിക വീട്ടിലിരിക്കുമ്പോൾ നാം ഭൂമിയുടെ അടിത്തട്ടിൽ ദൂരദേശങ്ങളിൽ ഒളിച്ച് ജീവിക്കേണ്ടി വരുന്നു. അതായത് ഈ പുള്ളിക്കാരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഈ മാറ്റമൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, അതായത് നമ്മുടെ ഈ സസ്തനികൾക്ക്, മാമൽസിന് ഇതെല്ലാം ഈ പരിണാമമൊക്കെ വളരെ പതുക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധാരണമായി ഒരു കാര്യം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ നമ്മുടെ സ്പീഷീസ്, അതായത് നമ്മുടെ പൂർവികർ തീയുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന, മനസ്സിലായോ, അങ്ങനെ ആ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമായിരിക്കും നമ്മളെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സൂവിൽ നമ്മളെ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുകയായിരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഏകദേശം 1.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഏലിയൻ സ്പീഷീസ് ഭൂമിയിൽ എത്തി. ഈ മനുഷ്യജാതിയുടെ നിങ്ങൾ മനുഷ്യർ ഇപ്പോൾ ഇവരെ ഇലോജീം എന്ന് വിളിക്കുന്നു, അതായത് എലോഹീം എന്ന് വിളിക്കുന്നു. താല്പര്യം റോ മെറ്റീരിയൽസ് തന്നെയായിരുന്നു, കോപ്പർ അല്ല. നിങ്ങളെ അത്ഭുതപ്പെടുത്തിയത് അവരിൽ കുരങ്ങൾ പോലെയുള്ള മനുഷ്യകൃതികൾ ആയിരുന്നു. ഈ ഗ്രഹത്തിൽ ഞങ്ങൾ ഉണ്ടെങ്കിലും ഏലിയൻ സ്പീഷീസ് കുരങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ വികസിക്കാൻ സഹായവും നൽകാൻ തീരുമാനിച്ചു. ഭാവിയിൽ വരാനിരിക്കുന്ന യുദ്ധങ്ങളിൽ അവരെ ഒരു വലിയ തരത്തിൽ അടിമ വംശമായി ഉപയോഗിക്കാൻ നിങ്ങളുടെ സ്പീഷീസിൻ്റെ വിധി ഞങ്ങൾക്ക് അത്ര പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ എലോജീം നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാകുന്നത് നമുക്കിഷ്ടമില്ലായിരുന്നു. അവർ അവരുടെ പുതിയ ഗാലക്സി ഗ്രഹത്തിൽ നമ്മൾ ഉണ്ടാകുന്നതും ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ 6ാം 7ാം സൃഷ്ടികളിൽ ഞങ്ങളുടെയും അവരുടെയും ഇടയിൽ യുദ്ധം ഉണ്ടായത്. നിങ്ങൾ ആ യുദ്ധത്തിൽ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങളുടെ ബൈബിൾ എന്ന വിളിക്കുന്ന പുസ്തകത്തിൽ ഭാഗികമായി വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ വായിക്കാം. യാഥാർത്ഥ്യം വളരെ ദീർഘമേറിയതും സങ്കീർണമായ കഥയാണ്. അതായത് ഈ ലിസർട്ട പറയുന്നത്
ഏകദേശം 1.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഏലിയൻ സ്പീഷീസ് ഭൂമിയിലെത്തി. അവരുടെ ഉദ്ദേശം ഈ റോ മെറ്റീരിയൽസ്, ഭൂമിയിലുള്ള റോ മെറ്റീരിയൽസ് മൈൻ ചെയ്തെടുക്കുക, കോപ്പർ എടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവർ നോക്കുമ്പം ഭൂമിയിൽ ഇങ്ങനെ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ ഈ കുരങ്ങന്മാരെയൊക്കെ ആണെങ്കിൽ ജനിതക എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഉപയോഗിച്ച് ഈ മൈൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ പൂർവികരുടെ ജനറ്റിക്കിൽ വളരെ മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പോൾ ഈ എലോഹിം സൃഷ്ടിച്ച ആദ്യത്തെ സൃഷ്ടിയൊന്നും ആയിരുന്നില്ല നമുക്ക് മുമ്പും സൃഷ്ടി ഉണ്ടായിരുന്നു. നമ്മുടെ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസർട്ട പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളെ 8ാമത്തെ സൃഷ്ടിയാണ്. ഈ 6ാമത്തെ 7ാമത്തെയും സൃഷ്ടികൾ, അതായത് ഈ മനുഷ്യന്മാരെ അവരുണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അവരും ഈ റെപ്റ്റൈൽസുമായിട്ട് യുദ്ധം ഉണ്ടാക്കി. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ എലോഹിം എന്ന് പറയുന്ന ഈ ഏലിയൻ സ്പീഷീസാണ്, ഇവരാണ്. അതങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഇവർ ഇങ്ങനെ വളരെ മോശപ്പെട്ട ഇതാണ് എന്നൊക്കെ ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 6ാം സൃഷ്ടിയും 7ാം സൃഷ്ടിയും, ഈ എലോഹിം സൃഷ്ടിച്ച 8ാമത്തെ സൃഷ്ടിയാണ് നമ്മളിപ്പോൾ ഉള്ള മനുഷ്യന്മാരെല്ലാം. അതിനു മുമ്പും ഈ സൃഷ്ടികളുണ്ടായിരുന്നു. അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പാണ് നമ്മളെന്ന് പറയുന്നത്. അവർക്ക് എങ്ങനെയായിരുന്നു നമ്മളെ വേണ്ടത് ആ രീതിയിൽ അവർ സക്സസ്ഫുള്ളായിട്ട് സൃഷ്ടിച്ചതാണ് നമ്മളെ. ഇതിനു മുമ്പ് സൃഷ്ടിച്ച 5ാം സൃഷ്ടിയും 6ാം സൃഷ്ടിയൊന്നും 7ാം സൃഷ്ടികളും ഒന്നും നമ്മളെപ്പോലെ അവർക്ക് വേണ്ട രീതിയിലായിരുന്നില്ല. അപ്പോൾ ഈ ലിസർട്ട ചോദിക്കുന്നത് ഞാൻ തുടരണോ എന്നാണ്. അപ്പം നമ്മുടെ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന പുള്ളിക്കാരൻ ചോദിക്കുന്നതാണ്, ഒന്നാമതായി നിങ്ങൾ വളരെ വലിയ ഒരു സമയക്രമമാണ് പറയുന്നത്. നിങ്ങളുടെ ആദിമ പൂർവികർ ദിനോസറുകളുമായി ഒന്നിച്ച് ജീവിച്ചിരുന്നു എന്നും കൃത്രിമമായ മഹാദുരന്തത്തെ അതിജീവിച്ചുവെന്നും പിന്നീട് 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പരിണമിച്ചുവെന്നും നിങ്ങളുടെ പരിണാമം 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയായി എന്നും നിങ്ങൾ അവകാശപ്പെടുന്നു. ഇത് വളരെ അവിശ്വസനീയമായി തോന്നുന്നു. നിങ്ങൾക്ക് ഇതിനോട് എന്തെങ്കിലും പറയാമോ? അതിനുത്തരവായിട്ട് ലിസർട്ട പറയുന്നതാണ്, ഇത് നിങ്ങൾക്ക് പൂർണ്ണമായും അവിശ്വസനീയമായി തോന്നുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങൾ ഒരു ജനിതക രൂപകൽപ്പന ചെയ്ത ജീവിവർഗമാണ്. നിങ്ങളുടെ ചരിത്രം ചക്രവാളം ആയിരക്കണക്കിന് വർഷത്തെ സ്കെയിലിൽ അവസാനിക്കുന്നു. ഇത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷേ അങ്ങനെയല്ല. ഇത് അസാധ്യമാണ്. നിങ്ങളുടെ പ്രോഗ്രാം ചെയ്ത മനസ്സിന് അത്തരം വലിയ സമയ സ്കെയിലുകളെ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമാണ്. നമ്മുടെ പരിണാമ സമയം നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നാം, പക്ഷേ വാസ്തവത്തിൽ പ്രകൃതിയുടെ യഥാർത്ഥ രീതിയാണ് എന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ ആദ്യകാല സസ്തനി പൂർവികർ ദിനോസറുകളുമായി ചേർന്ന് വികസിച്ചു വന്നു. അവർ നമ്മളെപ്പോലെ ബോംബിനെ അതിജീവിച്ചു. അടുത്ത ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ അവ സാവധാനത്തിൽ പരിണമിച്ചു. അവ വിവിധ ജീവിവർഗങ്ങളായും ആകൃതികളായും വിഭജിക്കപ്പെട്ടു. അവയിൽ ചിലത് വലുതും ചെറുതും. ഇത് ശരീരത്തിൻ്റെ പരിണാമമാണ്. എന്നാൽ അവയുടെ മനസ്സിൻ്റെയോ ബുദ്ധിയുടെയോ കാര്യമോ അങ്ങനെയായിരുന്നില്ല. അവ ലളിതമായ മൃഗങ്ങളായിരുന്നു. സസ്തനികൾ പരിണമിച്ചത് 180 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ 2-3 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ മാത്രമാണ് അവയ്ക്ക് ബുദ്ധിമാനും ചിന്തിക്കുവാനുമായി തീരാൻ കഴിഞ്ഞത്. ഈ ചെറിയ കാലയളവിനുള്ളിൽ നിങ്ങളെപ്പോലെയുള്ള ജീവികൾ സൃഷ്ടിക്കപ്പെട്ടു. പ്രകൃതിയിൽ നിന്നോ. മൃഗങ്ങളെപ്പോലുള്ള സസ്തനികളുടെ പരിണാമത്തിന് 148 ദശലക്ഷം വർഷങ്ങളും അവയുടെ സമയം നിങ്ങളെപ്പോലുള്ള ബുദ്ധിമാന്മാരായ ജീവികളുടെ വികാസത്തിന് 2 ദശലക്ഷം വർഷങ്ങളുടെ സമയവും. ഈ ത്വരിതപ്പെടുത്തിയ പരിണാമത്തിൻ്റെ സ്വാഭാവികമാണെന്ന് നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ജീവിവർഗം ഞാൻ വിചാരിച്ചതിലും അജ്ഞരാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടില്ല, നിങ്ങളാണ്. അതായത് ഈ ലിസർട്ട പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളി ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിശ്വസനയോടെ ഉള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അതായത് ഇത്രയും വലിയൊരു സമയ സ്കെയിലിൽ നിങ്ങളുടെ പൂർവികർ ഈ ബോംബിനെയൊക്കെ അതിജീവിച്ച് 40 ലക്ഷം വർഷങ്ങൾക്ക് പരിണമിച്ചു എന്ന് പറയുന്നതും 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ പരിണാമം പൂർത്തിയായി എന്ന് പറയുന്നതൊന്നും ഈ പുള്ളിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഈ ലിസർട്ട പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ ലിസർട്ട പറയുന്നത് നോർമലായി പരിണാമിച്ച് ഇങ്ങനെ വരുവാണെങ്കിൽ ഒരിക്കലും ഈ 1 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ 2 മില്യൺ വർഷങ്ങൾ കൊണ്ടോ ഒന്നും പെട്ടെന്ന് ഒരു ജീവിവർഗം അങ്ങനെ പരിണമിച്ച് വരത്തില്ല എന്നും ഇത് കൃത്രിമമായി ഉണ്ടാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പരിണമിച്ചതെന്നുമാണ് പറയുന്നത്. അതുമാത്രമല്ല, അന്ന് ഈ ബോംബിനെ അതിജീവിച്ചത് മാമൽസും അതിജീവിച്ചു എന്നാണ് പറയുന്നത്.
നമ്മൾ മാമൽസ് എന്നാൽ അങ്ങനെയല്ല, നമ്മളുടെ ശാസ്ത്ര ഇത് പ്രകാരം മാമൽസ് അതിനുശേഷം ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ലിസർട്ട് പറയുന്നത് വെച്ചാൽ അന്നും മാമൽസ് ഉണ്ടായിരുന്നു, ഈ ബോംബിനെ അതിജീവിച്ച മാമൽസ് ഉണ്ടായിരുന്നു. പക്ഷേ മാമൽസിൻ്റെയൊക്കെ ഒരു പരിണാമം എന്ന് പറയുന്നത് വളരെ പതുക്കെ മന്ദഗതിയിലാണ് നീങ്ങിയിരുന്നത്. നമ്മളുടെ മനുഷ്യന്മാരെ ഈ ജനിതകപരമായി മാറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന്. അപ്പോൾ ഈ ലിസർട്ട് പറയുന്നത്, ഞാൻ വിചാരിച്ചാലും അജ്ഞരാണ് മനുഷ്യരെന്നാണ്, ഞങ്ങളല്ല തെറ്റിദ്ധരിക്കപ്പെട്ടത്, നിങ്ങളാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ ലിസർട്ട എന്ന് പറയുന്ന ഈ ഉരകജീവി പറയുന്നത്. ഞാനും ലിസർട്ട പറയുന്നതിനോട് യോജിക്കുന്നൊരു ആളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിണാമം 1-2 വർഷങ്ങളോ അല്ലെ 1000 വർഷങ്ങൾ കൊണ്ടോ ഒന്നും ഉണ്ടാകുന്നതല്ല. അത് ഇതുപോലെ മില്യൺ ദശലക്ഷം വർഷങ്ങൾ എടുത്തുണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് മറ്റൊരു ചോദ്യമുണ്ട്. 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അന്യഗ്രഹ ജീവികൾ തമ്മിലുള്ള പുരാതന യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ നിരവധി വസ്തുതകൾ പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിഭാഗം ശരിക്കും ബുദ്ധിമാന്മാരാകുന്നതിൽ വളരെ മുമ്പാണ് ഇത് സംഭവിച്ചത്. ആ ആദ്യകാലത്തെ യുദ്ധത്തെക്കുറിച്ചും നിങ്ങളുടെ ജീവിവർഗത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ അറിയാവുന്നത് എന്തുകൊണ്ടാണ്? നല്ലൊരു ചോദ്യം അല്ലേ? ഇത് ഒരു നല്ല ചോദ്യമാണ്. ഞാൻ അത് നിങ്ങൾക്ക് ശരിയായി വിശദീകരിച്ചിട്ടില്ല. ഒന്നാം യുദ്ധത്തെക്കുറിച്ച് ഉള്ള ഞങ്ങളുടെ അറിവ് പൂർണ്ണമായും ഒരു പുരാതന വസ്തുവിൽ നിന്നാണ്. ഇന്ന് നിങ്ങൾക്ക് വടക്കേ അമേരിക്ക എന്ന് വിളിക്കുന്ന ഭൂഖണ്ഡത്തിലെ നമ്മളുടെ പുരാവസ്തു ഗവേഷകരിൽ നിന്നും ഏകദേശം 16,000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് കണ്ടെത്തി. നിങ്ങളുടെ സെൻറ്റിമീറ്ററിൻ്റെ ഏകദേശം 47 വ്യാസമുള്ള ഒരു വൃത്താകൃതിയിലുള്ള പ്ലേറ്റ് അവർ കണ്ടെത്തി. പ്ലേറ്റ് നമുക്ക് അജ്ഞാതമായ ഒരു കാന്തിക വസ്തു കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ പ്ലേറ്റിൽ മറ്റൊരു ചെറിയ ക്രിസ്റ്റൽ പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതിൽ ക്രിസ്റ്റലിൻ്റെ തന്മാത്ര ഘടനയിൽ കോഡ് ചെയ്തിരിക്കുന്ന ഒരു വലിയ അളവിലുള്ള വിവരങ്ങളും അടങ്ങിയിരുന്നു. ഈ മെമ്മറി പ്ലേറ്റ് 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്രൊസിയോണിൽ നിന്ന് മനുഷ്യരാശിയുടെ അവസാന ബോംബ് അതിജീവിച്ചവരിൽ നിന്നാണ് നിർമ്മിച്ചത്. പക്ഷേ ഞങ്ങളത് കണ്ടെത്തുമ്പോൾ അത് പൂർണ്ണമായും കേടുകൂടാതെയായിരുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് സന്ദേശങ്ങളും ഡാറ്റയും എൻകോഡ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ വിദൂര ഭൂതകാലത്തിൽ നടന്നതും ദിനോസറുകളുടെ വംശനാശത്തിലേക്ക് നയിച്ചതുമായ സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആദ്യമായി കേട്ടു. 2 ജീവിവർഗങ്ങളുടെയും വിശദമായ വിവരണങ്ങളും ഫ്യൂഷൻ ബോംബ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെയും ആയുധങ്ങളെയും കുറിച്ച് വിവരണങ്ങളും പ്ലേറ്റിലുണ്ടായിരുന്നു. നമ്മുടെ ബുദ്ധിശക്തിക്ക് മുമ്പുള്ള പൂർവ്വ ജീവിവർഗങ്ങൾ ഉൾപ്പെടെ ഭൂമിയിലെ മൃഗങ്ങളുടെയും സൗരക്കാരുടെയും വിവരണവും ഇതിലുണ്ടായിരുന്നു. നമ്മളുടെ പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ബാക്കി അറിവ് അസ്ഥികൂടങ്ങളിൽ നിന്നും നമ്മളുടെ DNA ബാക്ക് റീഡിംഗ് ചെയ്ത് എൻകോഡ് ചെയ്തതിൽ നിന്നുമാണ്. 16,000 വർഷങ്ങൾക്ക് മുമ്പ് മുതലുള്ള നമ്മളുടെ വേരുകളെക്കുറിച്ച് യഥാർത്ഥ സത്യം നമുക്കറിയാം, അതായത് ഞങ്ങൾക്കറിയാം എന്നാണ് ലിസർട്ട് പറയുന്നത്. ഈ സമയത്തിന് മുമ്പ് നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച് കൂടുതൽ മതപരമായ ആശയം ഉണ്ടായിരുന്നു. ഒരു നല്ല ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചല്ലേ. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഈ ലിസർട്ട് നമ്മളോട് മറ്റേ യുദ്ധം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഫ്യൂഷൻ ബോംബ് ഈ മറ്റേ ബോളിൽ നിന്ന് വന്ന ഈ റെപ്റ്റീലിയൻ സ്പീഷീസ് ഭൂമിയിൽ ഇട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ ജീവിവർഗങ്ങളെല്ലാം നശിച്ചു പോയത്. അത് കഴിഞ്ഞ് ഒരുപാട് ദശലക്ഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവരുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായി ഇവർക്ക് ഈ കഥയെപ്പറ്റി എങ്ങനെ അറിയാം എന്നാണ് ഈ പുള്ളിക്കാരൻ ചോദിച്ചത്. ഇദ്ദേഹം ഒരു മനുഷ്യനാണ്. അപ്പം അതിന് ഉത്തരമായിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 16,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഒരു ഡിസ്ക് കണ്ടെത്തി. ഈ ഡിസ്കിനകത്ത് വേറൊരു ഡിസ്ക് ഉണ്ടായിരുന്നു, അതിൽ കുറേ ക്രിസ്റ്റലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈ യുദ്ധത്തെക്കുറിച്ചും അന്ന് ഉപയോഗിച്ച ബോംബുകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആരാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കുറേ മനുഷ്യർ ഇവിടെ വന്ന് സെറ്റിലായി എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ പ്രപഞ്ചത്തിൽ നിന്ന് വന്ന കുറേ മനുഷ്യരുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവരാണിതെല്ലാം ഡാറ്റയെല്ലാം സൂക്ഷിച്ച് ഇതിനകത്ത് വെച്ചിരുന്നത്. അതായത് ഈ ബോംബ് വീണതിന് ശേഷവും കുറേ ആളുകൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ ഈ ബോംബിനെല്ലാം അതിജീവിച്ചെന്ന് പറഞ്ഞില്ലേ, അവർ ഈ വിവരങ്ങളൊക്കെ ഇതിനകത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇത് 16,000 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഈ ശാസ്ത്രജ്ഞരാണ് കണ്ടെത്തിയത്. അതിനെ പിന്നീട് അവർ ഡീകോഡ് ചെയ്തെടുത്തു. അങ്ങനെയാണ് അവർക്ക് ഈ കംപ്ലീറ്റ് കഥകളും മനസ്സിലായത്. പിന്നീട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോസിൽ പഠനങ്ങളൊക്കെ നടത്തുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയാണ് ഇവർക്ക് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് മുമ്പ് അവർ കരുതിയിരുന്നത് ഈ മതപരമായ കാര്യങ്ങളാണ്. എവരും വിശ്വസിച്ചിരുന്ന മറ്റേ ദൈവമായിരുന്നു എല്ലാം സൃഷ്ടിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളും അന്നുള്ള മണ്ടത്തരങ്ങളും ഇങ്ങനെ ഓരോ കഥകളൊക്കെ വരുമല്ലോ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ മനുഷ്യൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മനുഷ്യൻ്റെ ദൈവങ്ങളെല്ലാം ഏകദേശം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ നമ്മൾ സൃഷ്ടിച്ചേക്കുന്ന ദൈവങ്ങളാണ്. എല്ലാ ദൈവങ്ങൾക്കും ഒരു മനുഷ്യൻ്റെ ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു രൂപം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രകാശം പോലെ. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ചിന്താഗതി. അപ്പോൾ അവരും ഇതുപോലെ അവരുടെ റെപ്റ്റീലിയൻ ദൈവങ്ങളെന്ന് പറയുമ്പം ഈ ഉരകങ്ങളുമായിട്ട് സാദൃശ്യമുള്ള ദൈവങ്ങളെ ആയിരിക്കും അവരും സൃഷ്ടിച്ചേക്കുന്നത് അല്ലേ. എന്ത് രസമല്ലേ.
ആലോചിച്ച് നോക്കി. അതായത് ഇപ്പം ഈ ഒരു ചിത്രശലഭം പരിണമിച്ച് ഒരു മനുഷ്യനായെങ്കിൽ അവരുടെ ദൈവം എങ്ങനെയാണ്? ഒരു ചിത്രശലഭമായിരിക്കും അവരുടെ ദൈവം, അല്ലേ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അവരിപ്പം വലിയ സ്പീഷീസാണ്, നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയ സ്പീഷീസാണ്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഇതേപോലുള്ള മണ്ടത്തരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇത് വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. നമുക്ക് ഈ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ തലയിൽ കൊണ്ടുവെക്കുന്ന ഒരു രീതി. ഈ ലിസർട്ട് പറയുന്നത് അവർക്ക് അവരുടെ സ്പീഷീസ് എങ്ങനെയാണ് ഉണ്ടായതെന്നും എല്ലാ കാര്യങ്ങളും അവരുടെ ചരിത്രം മൊത്തം അവർക്കറിയാം. പക്ഷേ നമുക്ക് അതറിയത്തില്ല എന്നുള്ളതാണ്. അതായത് നമ്മളെ കളിയാക്കിക്കൊണ്ട് അവർ പറയുന്നതാണ്. നമ്മളെങ്ങനെയാണ് ഉണ്ടായെന്നോ ഒന്നും നമുക്കറിയത്തില്ല. നമ്മൾ ചുമ്മാ അത് ദൈവം ഉണ്ടായി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കുകയാണ്. അല്ലാതെ നമുക്ക് നമ്മുടെ ചരിത്രത്തെ പറ്റിയോ നമ്മുടെ ഭൂതകാലത്തിൽ എന്താ ഉണ്ടായതിനെ പറ്റിയോ ഒന്നും നമുക്കറിയത്തില്ല. ആ 2 അന്യഗ്രഹ ജീവികൾക്കും എന്താണ് സംഭവിച്ചത് ആ പുള്ളിക്കാരൻ ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരവായിട്ട് ലിസർട്ട് പറയുന്നത്, ഞങ്ങൾക്ക് കൃത്യമായി അറിയില്ല. ഭൂമിയിൽ അതിജീവിച്ച ഹ്യൂമനോയിഡുകൾ ബോംബിന് ശേഷമുള്ള വർഷങ്ങളിൽ മരിച്ചുവെന്ന് വ്യക്തമാണ്. കൂടാതെ അവരുടെ തരത്തിലുള്ള മറ്റുള്ളവയും ഉരകങ്ങൾ ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വന്നില്ല. ഉരകം അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് തിരിച്ചു വരാൻ ഭൗതികമായി അസാധ്യമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ബബിൾ എന്ന് പറഞ്ഞില്ലേ, ബബിൾ ദ്രാവകം ചിലപ്പോൾ ദ്രുതഗതിയിലുള്ള ചലനത്തിലാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി 2 ജീവികളും നിലവിലില്ല എന്നാണ് നിലവിലെ സിദ്ധാന്തം. അതായത് ഈ 2 ജീവികൾ ഭൂമിയിൽ ഈ യുദ്ധം നടത്തിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ പുള്ളി ചോദിച്ചു അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഇവരുടെ ഇവരുടെ ഒരു കണ്ടെത്തലാണ് ഇവർ പറയുന്നത്. അതായത് ഈ ബോംബ് ഇട്ടതിന് ശേഷം കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ ഈ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡേറ്റാസൊക്കെ സൂക്ഷിച്ചു ഇങ്ങനെയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അവരും അങ്ങ് മരിച്ചുപോയി. ഈ റെപ്റ്റീലിയൻ സ്പീഷീസ് എന്ന് പറഞ്ഞില്ലേ, അവരും വേറൊരു ബബിളിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ ഈ ബബിളിലേക്ക് തിരിച്ചു പോയി. ഈ ബബിളുകൾക്കിടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ സാധനങ്ങളുടെയൊക്കെ ഈ ദ്രുതഗതിയിലുള്ള ചലനം കാരണമായിരിക്കാം അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്തതെന്നാണ് ഇവർ പറയുന്നത്. നിലവിലുള്ള ഇവരുടെ ഒരു സിദ്ധാന്തം വെച്ചിട്ട് ഇവർ പറയുന്നത് ഈ 2 ജീവിവർഗങ്ങളും ഇപ്പോൾ നിലവിൽ ഇല്ലാതിരിക്കാനാണ് സാധ്യതയുള്ളത്. അതായത് ഇവർ 2 പേരും പൂർണ്ണമായും നശിച്ചു പോയി കാണാനാണ് ഇവരുടെ സാധ്യത എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളുടെ അസ്ഥികൂടങ്ങളെക്കുറിച്ച് നിങ്ങൾ പരാമർശിച്ചു. നിങ്ങൾ ഈ ഗ്രഹത്തിൽ ഇത്രയും കാലം ജീവിച്ചിരുന്നെങ്കിൽ മനുഷ്യശാസ്ത്രജ്ഞർക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെയോ ഒരു സൂചനയും കണ്ടെത്താൻ കഴിയാത്തത് എന്തായിരിക്കും? പ്രകൃതി ദിനോസറുകളുടെ നിരവധി അസ്ഥികൂടങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരെ പോലെ വലിയ തലയോട്ടിയും തലച്ചോറുമുള്ള തള്ളവിരലുകളുള്ള കൈയുമായുള്ള ഒരു വികസിത ഉരക ജീവിയില്ല. നിങ്ങൾ കണ്ടെത്തി. എന്നാൽ നിങ്ങളുടെ മഹത്തായ ശാസ്ത്രജ്ഞർക്ക് അസ്ഥികൂടങ്ങൾ പൂർണ്ണമായും നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ ബുദ്ധിമാനല്ലാത്ത ജീവികൾ അല്ല, ഉരവജീവികളെ പുനഃസൃഷ്ടിക്കാനാണ് ആഗ്രഹിച്ചത്. നിങ്ങളുടെ മ്യൂസിയങ്ങളിലെ എത്ര സോറിയൻ അസ്ഥികൂടങ്ങളിൽ ഒരിക്കലും നിലവിലില്ലാത്ത ജീവികളുടെ പൂർണ്ണമായും തെറ്റായ നിർമ്മാണങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ചിരിക്കും. കാരണം നിങ്ങൾ ഒരുമിച്ച് ചേരാത്ത നിരവധി അസ്ഥികൾ ഉപയോഗിച്ചും ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു മൃഗം സോറിയൻ നിർമ്മിക്കേണ്ടതുണ്ടെങ്കിൽ കൃത്രിമമായ അസ്ഥികൾ ഉണ്ടാക്കിയും നിങ്ങളുടെ പല ശാസ്ത്രജ്ഞർക്കും ഈ പ്രശ്നങ്ങളെക്കുറിച്ചറിയാം. പക്ഷേ അവർ അത് പരസ്യമാക്കുന്നില്ല. കാരണം അവർക്കത് വിശദീകരിക്കാൻ കഴിയില്ല. ശരിയായ അസ്ഥികൾ നഷ്ടപ്പെട്ടുവെന്നും അവയുടെ പുനർനിർമ്മാണം ശരിയാണെന്നും അവർ അവകാശപ്പെടുന്നു. ഇഗ്നോഡോൺ പുനർനിർമ്മാണത്തിനായി നിങ്ങളുടെ പല അസ്ഥികൂടങ്ങളും ഉപയോഗിച്ചു. ഉദാഹരണത്തിന് തള്ളവിരലുകൾ ഉള്ള കൈകൾ. ഇഗ്നോഡോൺ നോക്കൂ, ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്ന രാജ്യത്തിലെ ഒരു ശാസ്ത്രജ്ഞനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ തരത്തിലുള്ള ഒരു ശരിയായ അസ്ഥികൂടം നിർമ്മിച്ചിരുന്നു. എന്നാൽ പ്രാദേശിക സർക്കാർ പുനർനിർമ്മാണം കണ്ടുകെട്ടി. ഇന്ന് നമ്മൾ പൂർണ്ണമായും ഭൂമിക്കടിയിൽ ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ശവശരീരങ്ങളോ അസ്ഥികൂടങ്ങളോ കണ്ടെത്താൻ കഴിയുന്നില്ല. അതായത് ഈ പുള്ളിക്കാരൻ ചോദിച്ചത്, ഞങ്ങൾക്ക് ഈ പണ്ട് മരിച്ചുപോയ ഡൈനോസറുകളുടെ വരെയും അസ്ഥികൂടം കിട്ടി, എന്നിട്ട് പോലും നിങ്ങളുടെ ഒരു അസ്ഥികൂടവും നമുക്ക് കിട്ടിയില്ല. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസർട്ട് പറഞ്ഞത് അസ്ഥികൂടമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഈ റീകൺസ്ട്രക്ഷൻ ജീവല്ലോ അതെല്ലാം തെറ്റായ രീതിയിലാണ് ഈ ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ ശാസ്ത്രജ്ഞർ ഈ അസ്ഥികൂടങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ ഡൈനോസറുകളുടെയൊക്കെ അല്ല എന്തെങ്കിലുമൊക്കെ ജീവികളുടെ അസ്ഥികൂടങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഈ സാധനങ്ങൾ എല്ലൊക്കെ ഇല്ലെങ്കിൽ ഇവർ കൃത്രിമമായിട്ടുണ്ടാക്കും. അല്ലെങ്കിൽ ഈ നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജീവികളുടെയൊക്കെ എല്ലുകളൊക്കെ എടുത്ത് അതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു രൂപമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലിസർട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പൂർവികരുടെ അസ്ഥികൂടങ്ങളൊക്കെ കിട്ടി, പക്ഷേ നമ്മളുടെ മനുഷ്യശാസ്ത്രജ്ഞർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സാധനം കിട്ടിയെങ്കിലും ഇവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഡൈനോസറിനെയാണല്ലോ, അല്ലാതെ ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു
ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു സ്പീഷീസ് അല്ല, അങ്ങനെ ഉണ്ടാക്കാനല്ലല്ലോ ഇവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഇവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ അതിനെല്ലാം മാറ്റിയിട്ട് ഇവർ ഈ ജീവിയെ ഉണ്ടാക്കിയെടുത്തു. അതായത് ഈ ഡൈനോസറുകളെയാണ് ഇവർ ഈ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതായത് അമേരിക്കയിലുള്ളൊരു ശാസ്ത്രജ്ഞൻ ഇവരുടെ അതായത് ഈ ലിസാർട്ടകളുടെയൊക്കെ ഈ അസ്ഥികൂടങ്ങളൊക്കെ വെച്ചിട്ട് അവരെ പോലെ തന്നെ ഈ ജീവിയെ ഈ പുള്ളി ഉണ്ടാക്കിയെടുത്തു. അതായത് ഈ അമേരിക്കൻ ഗവൺമെൻറ്റിനെ അറിയാം ഇങ്ങനെ ഇവർ ഈ ഭൂമിക്കടിയിൽ ജീവിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇവർ ഈ ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കി ഈ സാധനം കണ്ടുകിട്ടി. എന്നിട്ട് ആ പുള്ളിയോട് പറഞ്ഞത് ഇങ്ങനെയല്ല മാറ്റി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവരെ കൊണ്ട് മാറ്റി ചെയ്യിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ പുള്ളിക്കാരത്തി പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ നെറ്റിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. ഇവർ ഈ ഡൈനോസറുകളുടെയൊക്കെ ഈ അസ്ഥികൂടങ്ങളും ശരീരങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജീവിയുടെ അസ്ഥികൂടങ്ങൾ കയറ്റി വെക്കും, അല്ലെങ്കിൽ ഇവർ കൃത്രിമമായിട്ട് ഒരു അസ്ഥികൂടം ഉണ്ടാക്കി അതിനകത്ത് കയറ്റി വെക്കും. അതായത് ഈ കിട്ടുന്ന ജീവികളുടെ മുഴുവനായിട്ടുള്ള അസ്ഥിയൊന്നുമല്ല കിട്ടുന്നത്. ചിലപ്പോൾ ഒരു തലയോടോ അല്ലെങ്കിൽ തലയോടിൻ്റെ മുൻവശമോ അല്ലെങ്കിൽ പുറവശമോ വാലിൻ്റെ പുറവശമോ കാലിൻ്റെ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇത് പല ജീവികളുടെയൊക്കെ ചിലപ്പോൾ ഒന്നിച്ച് ചേർത്ത് വെച്ചൊക്കെ ആയിരിക്കും ഇവരുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടുള്ള ഫോസിലുകൾ ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലിസാർട്ട് പറയുന്നത് ഇങ്ങനെയാണ്, അവരുടെ അസ്ഥികൂടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പല ഡൈനോസറുകൾക്കും കയറ്റി വെച്ചിട്ട്, അതായത് കൈയൊക്കെ ഡൈനോസറുകൾക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏത് ഡൈനോസർ ആണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇഗ്നോഡോൺ എന്ന് പറഞ്ഞ ഡൈനോസറിനെ നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഇഗ്നോഡോൺ എന്ന് പറഞ്ഞ ഡൈനോസറിൻ്റെ അവർക്ക് കൈയാണുള്ളത്, അതായത് മനുഷ്യന്മാരുടെ കൂട്ടത്തെ കൈയാണ്. അതങ്ങനെ വരുത്തില്ല എന്നാണ് ലിസാർട്ട് പറയുന്നത്. അത് അവരുടെ പൂർവികരുടെ ആയിരുന്നു, അത് ഈ ശാസ്ത്രജ്ഞന്മാർ മാറ്റി ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമാണ് ഇൻ്റലിജൻറ്റ് സ്പീഷീസ് എന്നാണ് കരുതുന്നത്. അവരൊരു ഇൻ്റലിജൻറ്റ് സ്പീഷീസിനെ ഉണ്ടാക്കാനല്ലല്ലോ ശ്രമിക്കുന്നത്, ഒരു ഡൈനോസറിനെ ഉണ്ടാക്കാനല്ലേ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭൂഗർഭ നഗരങ്ങളെക്കുറിച്ചും കൃത്രിമ സൂര്യപ്രകാശത്തെക്കുറിച്ചും നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. അതിനെ അർത്ഥം പൊള്ളയായ ഭൂമി എന്നാണോ? നമ്മുടെ ഗ്രഹത്തിനുള്ളിൽ രണ്ടാമത്തെ സൂര്യനുണ്ടോ? അപ്പോൾ അതിനായി ലിസാർട്ട് പറയുന്നത് ഇല്ല, ഭൂമി പൂർണ്ണമായും പൊള്ളയല്ല, അകത്ത് രണ്ടാമത്തെ സൂര്യനും ഇല്ല. ഈ കഥകൾ പരിഹാസ്യമാണ്, ഭൗതികമായി സാധ്യമല്ല. സംയോജനത്തിലൂടെ കൂടുതൽ നേരം ഊർജവും വെളിച്ചവും ഉൽപ്പാദിപ്പിക്കാൻ ഒരു സൂര്യന് എത്ര പിണ്ഡം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മാസ് ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? ഗ്രഹത്തിനുള്ളിൽ ഒരു ചെറിയ സജീവ സൂര്യൻ ഉണ്ടാകണമെന്ന് നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോ? നമ്മളുടെ ഭൂഗർഭ ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വലിയ ഗുഹാ സംവിധാനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഉപരിതലത്തിനോട് അടുത്തുള്ള നിങ്ങൾക്ക് കണ്ടെത്തിയ ഗുഹകൾ യഥാർത്ഥ ഗുഹകളുമായി ഭൂമിയുടെ ആഴത്തിലുള്ള വലിയ ഗുഹകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതാണ്. അത്തരം ഗുഹകൾക്കുള്ളിൽ വലുതും വികസിതമായ ചെറിയ നഗരങ്ങളും കോളനികളുമാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ പ്രധാന സ്ഥലങ്ങൾ അന്റാർട്ടിക്ക, ആർട്ടിക്ക, ഇന്നർ ഏഷ്യ, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവയ്ക്കപ്പുറമാണ്. ഞങ്ങളുടെ നഗരങ്ങളിലെ കൃത്രിമ സൂര്യപ്രകാശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു യഥാർത്ഥ സൂര്യനല്ല, മറിച്ച് ഗുഹകളെയും തുരങ്കങ്ങളെയും പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ സാങ്കേതിക പ്രകാശ സ്രോതസ്സുകളെയാണ്. എല്ലാ നഗരങ്ങളിലും ശക്തമായ അൾട്രാവയലറ്റ് രശ്മികളുള്ള പ്രത്യേക ഗുഹാ പ്രദേശങ്ങളും തുരങ്കങ്ങളും ഉണ്ട്. അവ നമ്മളുടെ രക്തത്തെ ചൂടാക്കാൻ ഉപയോഗിക്കുന്നു. കൂടാതെ വിദൂര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും നമുക്ക് ചില ഉപരിതല സൂര്യപ്രകാശ സ്ഥലങ്ങളും ഉണ്ട്. അതായത് ഈ ലിസാർട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പൂർണ്ണമായ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് പാർട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇവർ ഈ ഗുഹകൾ ഭൂമിക്കുള്ളിലാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പുള്ളി ചോദിക്കും, ഈ ഭൂമി പൊള്ളയാണോ, ഭൂമിക്കുള്ളിൽ മറ്റൊരു സൂര്യനുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിസാർട്ട് ചോദിക്കുന്നത്, നമ്മളുടെ ഈ സൂര്യൻ എന്ന് പറയുന്നത് എത്രയധികം മാസുള്ളൊരു വസ്തുവാണ്. അങ്ങനെ മാസുള്ളൊരു വസ്തു ഈ ഭൂമിക്കുള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ് അല്ലേ? അത്രയും വലിയൊരു മാസുള്ളൊരു വസ്തുവിനെ എങ്ങനെ ഈ ഭൂമിക്കുള്ളിൽ ഉണ്ടാകും എന്നാണ് ഈ ലിസാർട്ട് ചോദിക്കുന്നത്. അങ്ങനൊന്നും ഇല്ല. ഭൂമി പൂർണ്ണമായും സോളിഡായിട്ടുള്ള ഒരു ഖരമായിട്ടുള്ളൊരു ഗ്രഹം തന്നെയാണ്. പക്ഷേ അതിനിടയിലൊക്കെ ചില ഗുഹാ ശൃംഖലകളുണ്ട്. ഈ ഗുഹകൾക്കുള്ളിലാണ് ഇവർ താമസിക്കുന്നത്. ഇവർ കൃത്രിമമായ പ്രകാശമാണ് ഈ ഗുഹകൾക്കുള്ളിൽ ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകിച്ചും അൾട്രാവയലറ്റ് രശ്മികൾ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ശരീരത്തിനെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അൾട്രാവയലറ്റ് രശ്മികൾ അവർ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഓസ്ട്രേലിയയുടെ പ്രദേശങ്ങളിലൊക്കെ അവർക്ക് ഈ ഭൂമിയുടെ ഉപരിതലത്തിലും ചില ഈ ബേസുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോളനി സംവിധാനങ്ങളുണ്ടെന്നാണ് ഈ ലിസാർട്ട് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളമായി. ഇതിൻ്റെ 3ാം ഭാഗം വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ഇതിനുമായി കാത്തിരിക്കുക. ഇത് അറിയുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വിശ്വസിക്കണ്ട എന്നുള്ളത് അത് അല്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയും ഭൂമിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ ശാസ്ത്രജ്ഞർ നമ്മളോട് പറഞ്ഞതായിരിക്കില്ല സത്യം.
ഒരുപക്ഷെ നമ്മളെ ചരിത്ര പുസ്തകങ്ങൾ പറയുന്നതായിരിക്കില്ല സത്യം. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സത്യങ്ങളായിരിക്കാം ശരിക്കും നമ്മുടെ ഭൂതകാലത്ത് സംഭവിച്ചിട്ടുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ മനുഷ്യവർഗം തീർച്ചയായും ഏതോ ഒരു സ്പീഷീസ് ജനിതക മാറ്റങ്ങൾ വരുത്തി സൃഷ്ടിച്ച ഒരു സൃഷ്ടി മാത്രമാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒരു സൃഷ്ടി. ഇങ്ങനെ സൃഷ്ടിച്ച നമ്മൾ വളരെ വയലൻ്റ് ആക്കിയാണ് അവർ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ സ്വന്തം ഇമേജിൽ, നമ്മുടെ സ്വന്തം രൂപസാദൃശ്യത്തിൽ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ആ ദൈവങ്ങളുടെ പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുകയാണ്. ഒരു കാലം എത്തുമ്പോഴേക്കും പൂർണ്ണമായും ഈ ദൈവങ്ങളുടെ പേരിൽ നമ്മൾ അടിച്ചു മരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. പാർട്ട് 3 അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. ലിസർട്ട എന്ന് പറയുന്ന ഏലിയനുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ഈ ഇൻ്റർവ്യൂ എല്ലാവരും കേൾക്കണം. ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ ഇത് വിശ്വസിക്കുകയും വിശ്വസിക്കാതെയും ഇരിക്കാം. പക്ഷേ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അറിവ് വളരെയധികം പ്രധാനമാണ്. അങ്ങനെ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങളിത് കേട്ടാൽ മതി. അല്ലാതെ ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കണമെന്നില്ല. സത്യമല്ല എന്ന് വിശ്വസിച്ചാലും നിങ്ങൾക്കിത് കേൾക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ചാനൽ സന്ദർശിച്ച് ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക.